നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നിഫ്റ്റിയുടെ വീക്കിലി അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ മന്ത്ലി ടൈം ഫ്രെയിം, അതിനുശേഷം അതിലും ചെറിയ ടൈം ഫ്രെയിമായ വീക്കിലി, അതിനുശേഷം ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ ചാർട്ട് അനാലിസിസ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ്. അപ്പം ഈ ഒരു വീഡിയോയ്ക്ക് അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മുകളിലത്തെ റെസിസ്റ്റൻസ് ലെവൽ, അതുപോലെ തന്നെ താഴത്തെ സപ്പോർട്ട് ലെവൽസും കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഏതൊരു മെത്തേഡാണ് നമ്മൾ മാർക്കറ്റിൽ യൂസ് ചെയ്യുന്നതെങ്കിലും അതിന് മുമ്പ് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ ഏത് ഡയറക്ഷനിലാണ്, പോസിറ്റീവാണോ നെഗറ്റീവാണോ, അതായത് അപ് ട്രെൻഡ് ആണോ സൈഡ് വൈസ് ആണോ, ഇനി എങ്ങോട്ട് പോകാൻ ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ അനാലിസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നമുക്ക് തുടങ്ങാം. നമുക്ക് ഈ ഒരു ലാസ്റ്റ് കാണുന്ന ഈ ഒരു ക്യാൻഡിൽ നമ്മുടെ ഓഗസ്റ്റ് മാസത്തെ മന്ത്ലി ക്യാൻഡിലാണ്. ജസ്റ്റ് ഓഗസ്റ്റ് മാസം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും മന്ത്ലി ക്യാൻഡിൽ ചെറിയൊരു ബിയറിഷ്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് 4 മാസത്തെ ക്ലിയർ അപ് ട്രെൻഡിന് ശേഷം ഒരു ഓഗസ്റ്റിൽ ജസ്റ്റ് ഒരു ബിയറിഷ്നെസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കണ്ട് നമുക്ക് അവിടെ നിന്ന് ട്രെൻഡ് റിവേഴ്സായി മാർക്കറ്റ് തിരിച്ചു പോരും എന്നൊന്നുമല്ല. അത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേന് ചില ലെവൽസൊക്കെ ബ്രേക്ക് ഡൗൺ തന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പം ക്ലിയർ ആയിട്ട് നിഫ്റ്റി ഇപ്പോഴും ലോങ് ടൈമിൽ അപ് ട്രെൻഡിൽ തന്നെയാണ്. നമുക്ക് മുമ്പോട്ട് പോകുമ്പോഴത്തേനും അത് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ് മന്ത്ലിയിലെ ഈ ഒരു ലെവൽ 18,900 എന്നൊരു ഇമ്പോർട്ടൻറ്റ് ലെവലാണെന്നും കൂടെ ഓർത്തിരിക്കുക. ഇനി നമുക്ക് വീക്കിലിയിലോട്ട് പോകാം. അപ്പോൾ വീക്കിലിയിലോട്ട് വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ വീക്കിലിയിൽ വന്നു കഴിയുമ്പോഴത്തേനും നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു ലെവലിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഈ ഒരു ട്രെൻഡ് ലൈന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ഇത് കണ്ടോ, മൾട്ടിപ്പിൾ ടൈമിൽ ഇവിടെ സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും കഴിഞ്ഞ വീക്കിലത്തെ ക്യാൻഡിലും അതുപോലെ തന്നെ കുറച്ച് മുകളിലേക്ക് പോയി കുറച്ച് താഴോട്ട് വന്നു. അതിനുശേഷം ഏകദേശം ആ ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്ത് കുറച്ച് മുകളിലാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. നമുക്ക് താഴെ നിന്നും കഴിഞ്ഞ വീക്കിലെ ആ ഒരു ക്യാൻഡിൽ നമുക്ക് താഴെയും ഒരു വിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ട്രെൻഡ് ലൈന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈന് ബ്രേക്ക് ഡൗൺ തരികയാണെങ്കിൽ, ഇതിന് താഴെ ഒരു വീക്കിലിയിലൊക്കെ ക്ലോസിംഗ് തരികയാണെങ്കിൽ മാത്രം, അതായത് നല്ലൊരു ബോഡിയോട് കൂടി വരികയാണെങ്കിൽ മാത്രം നമുക്ക് കുറച്ചും കൂടെ താഴത്തെ ലെവലിലേക്ക് വരും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. താഴത്തെ ലെവൽ ഏതാണ്? ഇപ്പോൾ 19,517 ക്ലോസിംഗ് വന്നിരിക്കുന്നത്. അതിൻ്റെ താഴത്തെ ലെവലാണ് 18,900 എന്നത് ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. ഇനി നമുക്ക് ഡെയിലിയിലേക്ക് പോയി കഴിയുമ്പോഴത്തേനും കുറച്ച് ലെവൽസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു ലെവല്, ഈ ഒരു ട്രെൻഡ് ലൈൻ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലെവല്, അതായത് ഈ ഒരു ലെവലിന് താഴെ നമുക്ക് ഡെയിലിയിലാണെങ്കിലും ഒരു ക്ലോസിംഗ് തരികയാണ്. 19,300, ഏകദേശം 19,300, കൃത്യമായിട്ട് 19,300 എന്ന് പറയാൻ പറ്റില്ല. ഏകദേശം ആ ഒരു റീജിയണിൽ ഈ ഒരു ലെവലിന് താഴെ ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനൊക്കെ ട്രെൻഡ് ലൈൻ സപ്പോർട്ടൊക്കെ ഒന്ന് ഡ്രോ ചെയ്യുക. ഈ ഒരു ലെവലിന് താഴെ ക്ലിയർ ആയിട്ട് നല്ലൊരു ബോഡിയോട് കൂടി ഒരു ബീറിഷ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം അവിടെ നമുക്കൊരു ബ്രേക്ക് ഡൗൺ തന്നു എന്ന് പറയാൻ സാധിക്കും. ഈ ഒരു ലെവൽ ബ്രേക്ക് ഡൗൺ തന്നു കഴിഞ്ഞാൽ അടുത്ത ലെവൽ ഏതാണ്? 18,900 എന്ന റീജിയനിലേക്ക് നമുക്ക് മാർക്കറ്റ് വീണ്ടും വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം നമുക്ക് 18,900 താഴോട്ട് വന്നു കഴിഞ്ഞാലാണ് നമുക്കൊരു ഡൗൺ ട്രെൻഡിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഇനി മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഏതാണ്? മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഈ ഒരു ലെവൽ നന്നായിട്ട് പ്രൈസ് ഒന്ന് ആക്ട് ചെയ്ത ലെവലാണ്. അത് ഏകദേശം 18,850, 18,900 റീജിയനാണ്. അതാണ് മുകളിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്. അപ്പം അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് അപ്സൈഡിലേക്ക് പോയി, അതിനുശേഷം ഒരു കൺസോൾട്ടേഷൻ നടന്നു. അതിനുശേഷം ഇത്രയും മുകളിൽ പോയി കഴിഞ്ഞിട്ട് ഇങ്ങനൊരു ഫ്ലാഗ് പാറ്റേൺ പോലെ ഇങ്ങനൊരു ചെറിയൊരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനൊരു പാറ്റേണാണ് ഫോം ചെയ്യുന്നത്. അപ്പം ഇതൊന്ന് ചേർത്ത് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ഫ്ലാഗ് പാറ്റേൺ കിട്ടും. ഒരുപക്ഷെ ഇവിടെ നിന്ന് ഇതിന് ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഇത് മുകളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് വരയ്ക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു ട്രെൻഡ് ലൈനും കൂടെ വരച്ചിട്ടുണ്ട് ഈ മുകളിൽ നിന്ന്. അപ്പോൾ ആ ഒരു ട്രെൻഡ് ലൈനിൽ ഇത് കണ്ടോ, വീണ്ടും റെസിസ്റ്റൻസ് എടുത്ത് പോരുന്നുണ്ട്. അപ്പോൾ ഇത് മുകളിലേക്ക് പോകുമ്പോൾ ഒന്നുകിൽ ഈ ഒരു റീജിയനിൽ വീണ്ടും റെസിസ്റ്റൻസ് എടുക്കാം, വീണ്ടും താഴോട്ട് പോരാം. അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ഔട്ടാണ് തരുന്നതെങ്കിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് ഇവിടെ വരും, 18,850 റീജിയൻ വരും. അതും ബ്രേക്ക് ഔട്ടാണ് തരുന്നതെങ്കിൽ വീണ്ടും പുതിയ ഹൈക്കുള്ള ചാൻസ് ഉണ്ട്, വീണ്ടും മുകളിലേക്കുള്ള അപ്സൈഡ് മൊമെൻറ്റം കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇതൊരു ചെറിയൊരു ഫ്ലാഗ് പാറ്റേൺ പോലെയാണ്, ഇവിടെ ഒരു ഫ്ലാഗ് പാറ്റേൺ പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഒരുപക്ഷെ ഈ ഒരു ചാനലിന് ബ്രേക്ക് ഔട്ട് തന്നു കഴിഞ്ഞാൽ വീണ്ടും അപ്സൈഡ് മൊമെൻറ്റം കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസാണ് 19,300 താഴെ, അതുപോലെ മുകളിൽ 19,850, ഏകദേശം 19,850 എന്ന് പറയാൻ പറ്റും. എക്സാം കറക്റ്റായിട്ട് ആക്യുറേറ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല, അതായത് ഒരു സോണാണത്. ഓക്കെ, അതുപോലെ തന്നെ ഈ താഴോട്ട് വരുവാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ് 18,900. ഓക്കെ, ഇത്രയാണ് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓപ്ഷൻ സെല്ലിങ് അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് ഒക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ലഭിക്കും, പ്ലേ സ്റ്റോറിൽ അപ്ലോഡറാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ലഭിക്കും, അവിടെ പോയി ഡൗൺലോഡ് ചെയ്ത് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കുക. അവിടെ നമ്മുടെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു ആ കാര്യങ്ങൾ മാത്രമാണ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എനിക്ക് നല്ല മെത്തേഡ്സ് എന്ന് തോന്നിയതാണ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏത് മാർഗം
നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാലും അതൊരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിച്ചേരാനുള്ള രീതിയിലാണ് അവിടെ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ആദ്യമേ തിയററ്റിക്കലായിട്ട് പഠിക്കും, അതിനുശേഷം പ്രാക്ടിക്കലായിട്ട് ലൈവായിട്ടുള്ള എൻട്രീസ് കാണും, അതിനുശേഷം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് പഠിക്കാം. അതുവഴി നമ്മുടെ ക്യാപിറ്റലിൻ്റെ ROI ഒരു 30% എബോവിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഇയർലിയിൽ നമുക്ക് ഒരു ചെറിയ എമൗണ്ട് തന്നെ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴത്തേനും ഒരു വലിയ എമൗണ്ട് നമ്മുടെ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്കും എത്തിച്ചേരാനുള്ള സ്ട്രെങ്ത് ഉണ്ട്. അപ്പോൾ ROIക്ക് വളരെ പവറുണ്ട്. റിട്ടേൺ ഓഫ് ഇൻട്രസ്റ്റ് എത്ര കൂട്ടാൻ പറ്റുന്നോ അത്രയും പവർഫുള്ളാണ് ROI എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പം ഈ വീഡിയോ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.